പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 15 ഞായർ. പ്രധാന വാർത്തകൾ. മുലദ്ദ ഇന്ത്യൻ സ്കൂൾ 34ാം വാർഷികാഘോഷം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ നടന്നു. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം മുഖ്യാതിഥിയും വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈഖ് വിലായത്തിൽ നിന്നുള്ള മുനിസിപ്പൽ കൗൺസിൽ അംഗം ഖനം ബിൻ സൈഫ് ബിൻ സാലിം അൽ ഖമീസി വിശിഷ്ടാതിഥിയുമായിരുന്നു. ബോർഡ് വിദ്യാഭ്യാസ ഉപദേശകനും സീനിയർ പ്രിൻസിപ്പലുമായ വിനോബ MP, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ മാത്യു വർഗീസ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ പ്രസിഡന്റുമാർ, അംഗങ്ങൾ, വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ, പ്രത്യേക ക്ഷണിതാക്കൾ, അഭ്യുദയകാംക്ഷികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രിൻസിപ്പൽ, സ്കൂൾ ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുടെ ഔദ്യോഗിക ഒമാൻ സന്ദർശനത്തിന് തുടക്കമായി. പ്രസിഡന്റിനെയും സംഘത്തെയും ഒമാൻ വിദേശകാര്യ മന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി മസ്കത്ത് റോയൽ പ്രൈവറ്റ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റിന്റെ സന്ദർശനം ഒമാനും ബെലാറസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും സഹായകമാകും. അലക്സാണ്ടർ ലുക്കാഷെങ്കോവിന് ഞായറാഴ്ച അൽ ആലം പാലസിൽ ഔദ്യോഗിക വരവേൽപ്പ് നൽകും. ധോഫാർ ഗവർണറേറ്റിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന 10 ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അടച്ചുപൂട്ടി. നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അവസാന വാരത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പു നൽകി. 17 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചില കേസുകളിൽ പിഴ ചുമത്തുകയും ചെയ്തു. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടിയുണ്ട്. പരിശോധനയിൽ ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭ അറിയിച്ചു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തു. ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരവുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുകയോ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിലും വിൽപ്പന നടത്തുന്നതിലും നിയമലംഘനങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ 1771 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും ധോഫാർ നഗരസഭ ആവശ്യപ്പെട്ടു. മസ്കത്ത്. ഒമാനിൽ വരാനിരിക്കുന്നത് തണുപ്പേറിയ ദിനങ്ങൾ. ശൈത്യകാലം ആരംഭഘട്ടത്തിലേക്ക് കടന്നതോടെ താപനിലയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി. വരും ദിവസങ്ങളിലും തണുത്ത കാലാവസ്ഥ തന്നെ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എന്നാൽ ജനുവരിയോടെ ശൈത്യം ശക്തമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡിസംബർ 23 വരെ നിലവിലെ തണുപ്പ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം. ഇന്ന് മസ്കത്തിൽ 21 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ച താപനില 19 ഡിഗ്രി സെൽഷ്യസായി കുറയും. തുടർ ദിവസങ്ങളിലും സമാന താപനില തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ മാസം 21, 22 തീയതികളിൽ താപനില 18 ഡിഗ്രി സെൽഷ്യസായി കുറയും. പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാൻ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ പ്രതീക്ഷകൾ അവസാനിക്കുമോ എന്ന ആശങ്കയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹം. വിഷയത്തിൽ ഹർജിക്കാരന് ഉചിതമായ ഫോറത്തെ സമീപിക്കാമെന്ന് വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ പുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചത്. പ്രവാസി വോട്ടിനായി നിയമം കൊണ്ടുവരാൻ പാർലമെന്റിന് നിർദ്ദേശം നൽകാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ശുപാർശ 2020 മുതൽ നിയമ മന്ത്രാലയത്തിലുണ്ടെന്നും ഇതുവരെ നടപടി സ്വീകരിച്ചില്ലെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ ബെഞ്ചിന് മുമ്പാകെ വാദിച്ചു. അതിനായി നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് നിർദ്ദേശം നൽകണമെന്നാണോ പറയുന്നതെന്നും അത് സാധ്യമല്ലാത്ത കാര്യമാണെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു.
UAEയിൽ ആരംഭിച്ച ഗൾഫ് കപ്പ് T20 ടൂർണമെന്റിൽ ഒമാന് വിജയത്തുടക്കം. ദുബൈ ICC അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഖത്തറിനെ 35 റൺസിനാണ് ചെമ്പട തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 204 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ ഖത്തറിന്റെ പോരാട്ടം 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസിന് അവസാനിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ ജതീന്ദർ സിംഗിന്റെ മികച്ച ഇന്നിംഗ്സാണ് ഒമാന്റെ സ്കോർ 200 കടത്തിയത്. ക്രീസിൽ നിലയുറപ്പിച്ച് കളിച്ച ക്യാപ്റ്റൻ ടീം സ്കോർ പതുക്കെ ഉയർത്തി. 50 ബോളിൽ 69 റൺസാണ് ജതീന്ദറിന്റെ സംഭാവന. മറുവശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നത് ഒമാനെ പ്രതിരോധത്തിലാക്കി. വാലറ്റത്ത് വസീം അലി 34, വിനായക് ശുക്ല 40 തകർത്തടിച്ചതോടെ കളി ഒമാൻ വീണ്ടെടുത്തു. ഖത്തറിനു വേണ്ടി മുഹമ്മദ് നദീം, മുജീബുർ റഹ്മാൻ, മുഹമ്മദ് അസീം, ഇക്രമുല്ല ഖാൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.